കണ്ണൂരിലെ ABVP പ്രവർത്തകൻ സച്ചിൻ ഗോപാൽ വധക്കേസിന്റെ വിചാരണാവേളയിൽ സാക്ഷികൾ ഹാജരാകാതിരിക്കാൻ പോലീസ് ബോധപൂർവമായ ശ്രമം നടത്തിയെന്ന് ആക്ഷേപം. പ്രതികളായ പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് ഭീകരരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാരോപിച്ച് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ രംഗത്തെത്തി. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിചാരണ ആരംഭിച്ച കേസിലെ സാക്ഷികൾ സമൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഹാജരാകാതെ ഇരുന്നത്. ഇത് പോപ്പുലർ ഫ്രണ്ട് അതേപോലെ തന്നെ ക്യാമ്പസ് ഫ്രണ്ട് പ്രതികളായിട്ടുള്ളവർക്ക് അത് കൂടുതൽ സഹായകരവുമായി. പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഉള്ള വളരെ തന്ത്രപരമായ ഒരു സഹായം ഇവർക്കുണ്ടായത്. അതായത് സാക്ഷികൾക്ക് കൃത്യമായി സമൻസ് നൽകാത്തത് കൊണ്ട് അവർക്ക് ഈ കേസിൻ്റെ വിചാരണ വേളയിൽ ഹാജരാകാൻ കഴിയാതെ പോയി. ഇത്തരത്തിൽ സാക്ഷികൾ, നമ്മൾക്കറിയാം, ഒരു കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായി സാക്ഷികൾ ഹാജരായില്ല എങ്കിൽ അത് പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. പോലീസ് തന്നെ ഇതിന് പ്രത്യേക സഹായം ചെയ്തു കൊടുത്തു എന്നുള്ള തരത്തിലാണ് BJP തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായ ആരോപണം ഉന്നയിക്കുന്നു. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ തന്നെ ഈ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. മിഥുൻ പിള്ള, കൂടുതൽ വിവരങ്ങൾ. വിനോദ, ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കണ്ണൂരിലെ ABVP പ്രവർത്തകൻ സച്ചിൻ ഗോപാലിൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ ആരംഭിക്കേണ്ടിയിരുന്നത്. ആ വിചാരണ കാലയളവിൽ സാധാരണഗതിയിൽ കേസിലെ സാക്ഷികൾക്ക് കോടതിയിൽ ഹാജരാകാനുള്ള സമൻസ് അതത് സ്റ്റേഷൻ പരിധിയിലെ SHOമാരാണ് നൽകേണ്ടത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സാക്ഷികൾക്ക് ഈ SHOമാർ യാതൊരു സമൻസും നൽകിയിരുന്നില്ല. അതേ തുടർന്ന് ഈ കേസിൻ്റെ വിചാരണ തുടങ്ങിയ തിങ്കളാഴ്ച ഒരു സാക്ഷി പോലും കോടതിയിൽ എത്താത്തൊരു സാഹചര്യമുണ്ടായി. തുടർന്ന് SHO തന്നെ നേരിട്ട് കോടതിയിൽ ഹാജരായി വിവരങ്ങൾ നൽകണം, വിശദീകരണം നൽകണമെന്നൊരു നിർദ്ദേശം കോടതി വെക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ വലിയ വിമർശനവുമായി BJP കണ്ണൂർ നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്ന വിമർശനമാണ് അദ്ദേഹം ഈ BJPയുടെ കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ഉന്നയിച്ചത്. അതിലെടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. 2024 ഒക്ടോബർ ആദ്യ വാരം വരെ ഈ സാക്ഷികൾക്ക് സമൻസ് അയക്കാനുള്ള ഒരു സാവകാശം ഈ SHOയെ സംബന്ധിച്ചുണ്ടായിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ യാതൊരു സമൻസും നൽകിയിട്ടില്ല. മാസങ്ങൾ കഴിഞ്ഞിട്ടും അത്തരമൊരു സമൻസ് വിതരണം ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. മാത്രമല്ല, സാധാരണഗതിയിൽ ഇത്തരമൊരു സമൻസ് വിതരണം ചെയ്തു കഴിഞ്ഞാൽ 15 ദിവസത്തിനകം ആ വിവരം കോടതിയെ ബോധിപ്പിക്കണമെന്നൊരു ചട്ടം കൂടിയുണ്ട്. ഈ ചട്ടം ഒന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഈ കേസിന്റെ വിചാരണ ആരംഭിച്ച ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രമാണ് രാവിലെ ഇത്തരത്തിൽ സമൻസ് അയച്ചിട്ടുണ്ട് എന്നൊരു കാര്യവുമായി ഒരു റിപ്പോർട്ട് ഈ SHO കോടതിയിൽ സമർപ്പിച്ചത്. സത്യത്തിൽ അങ്ങനൊരു സമൻസ് ആർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് കോടതിയെ ഈ SHO തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നൊരു വിമർശനമാണ് പ്രധാനമായും BJP ഇപ്പോൾ ഉന്നയിക്കുന്നത്. നമുക്കറിയാം, വളരെ പ്രമാദമായൊരു കേസായിരുന്നു. ABVPയുടെ പ്രവർത്തന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് മെമ്പർഷിപ്പ് നൽകാൻ വേണ്ടി കണ്ണൂർ പള്ളിക്കുന്ന് സ്കൂളിൽ പോയ ABVP പ്രവർത്തകൻ സച്ചിൻ ഗോപാലിനെ ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഏതാണ്ട് അന്നേ കുത്തേറ്റ് ഏതാണ്ട് ഒരു മാസത്തോളം മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് സച്ചിൻ ഈ ലോകത്തോട് വിട പറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ വലിയ, നമുക്കറിയാം, തീവ്രവാദ കേസുകളും ഒക്കെ ബന്ധപ്പെട്ട് മതപരിവർത്തന കേസുമായി ബന്ധപ്പെട്ട് നിരോധനം നേരിടേണ്ടി വന്നൊരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. അതിൻ്റെ യുവജന സംഘടനയായിരുന്നു ക്യാമ്പസ് ഫ്രണ്ട്. ഇതിൻ്റെയൊക്കെ പ്രവർത്തകരാണ് ഈ കേസിൽ പ്രധാനമായി പ്രതികളായിട്ടുണ്ടായിരുന്നത്. ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചെന്നൊരു വിമർശനമാണ് പ്രധാനമായും ഉയർന്നത്. മാത്രമല്ല, ഈ സാക്ഷികൾക്ക് സമൻസ് വിതരണം ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും അതുപോലെ തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം തന്നെയാണ് BJP നേതൃത്വം ഇപ്പോൾ ഉന്നയിക്കുന്നത്. വിനോദ്, തീർച്ചയായും പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രതികൾ ഉൾപ്പെട്ട കണ്ണൂർ ജില്ലയിലെ ABVP പ്രവർത്തന കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് പോലീസ് സാക്ഷികൾക്ക് കൃത്യമായി സമൻസ് നൽകാത്തത് കൊണ്ട് അവർക്ക് കൃത്യമായ വിചാരണ വേളയിൽ എത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം. പോലീസിൻ്റെ സഹായമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നുള്ള ആക്ഷേപം BJP തന്നെ ഉന്നയിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.